എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതാ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് നെറ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി നെറ്റാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് ഉള്ളി നെറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ കെട്ടൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചുളിഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് നിവർത്തി നീറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതാ ഓരോ നെറ്റും എടുത്തിട്ട് ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനെ അഴിച്ച് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് കളർ നെറ്റ്, അതുപോലെ വൈറ്റ് കളർ നെറ്റ്, പിന്നെ റെഡ് കളർ നെറ്റ്, അങ്ങനെ ഒരു 2-3 കളറായിട്ടാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചധികം നെറ്റുകൾ തന്നെ ഇതുപോലെ ഇങ്ങനെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതുപോലെ അത്യാവശ്യം നീളത്തിലുള്ള ഒരു മീഡിയം സൈസ് നീളത്തിലുള്ള വലുപ്പത്തിലുള്ള നെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മടക്കി എടുത്ത് സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഹോൾ പോലെ വരുന്ന ഭാഗമില്ലേ, അപ്പോൾ അത് ഞാനിതുപോലെ സൈഡ് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 2 പീസ് കൂടി ആക്കി എടുക്കുന്നുണ്ട്. അതിങ്ങനെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ ചെറുതാക്കി എടുക്കുകയല്ല, ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു നെറ്റിൽ നിന്ന് ഒരു 4 പീസാക്കി എടുക്കണം ഇതുപോലെ. അപ്പോൾ ഇങ്ങനെ ഒരു 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തന്നെ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പീസുകൾ തന്നെയാണ്. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഒന്ന് ലാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ഞാനിതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3-4 നെറ്റിൻ്റെ പീസുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് കമ്പികളാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കമ്പികൾ വെച്ചിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ അതിലുണ്ടാവുന്ന കെട്ടില്ല, അതിൻ്റെ കമ്പിയാണ്. അപ്പോൾ ഇതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ നെറ്റെല്ലാം കൂടി ഒന്ന് ചുരുട്ടിയെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ കമ്പി വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ച് നന്നായി ഒന്ന് ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് പോരുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നന്നായി ടൈറ്റായി തന്നെ ഒന്ന് പിടിച്ചാൽ മതി. പിന്നെ ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് ആ കമ്പി കൊണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നൂല് വെച്ച് നന്നായി ടൈറ്റായി തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കെട്ടൊക്കെ ആയിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അത് അഴിഞ്ഞു പോരൊന്നുമില്ല, നല്ല ബലത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഒരു ഈർക്കിലാണ്. അതെടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് ആ കമ്പിയിൽ നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗ്രീൻ കവറിൻ്റെ ഈ ഒരു വീതിക്കുള്ള പീസ് എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 മടക്കാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലായി കിട്ടും. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ അറ്റമൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കത്രിക വെച്ചൊന്ന് നന്നായി ഒന്ന് ഷേപ്പാക്കി ഒന്ന് വിടർത്തിയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു വിടർന്ന് കിട്ടും. പിന്നെ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഇതിൻ്റെ അടിവശത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് അതും നൂല് വെച്ചൊക്കെ നല്ലപോലെ ഒന്ന് ടൈറ്റായൊക്കെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവർ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഈർക്കിളിൽ ഞാനിതുപോലെ പേപ്പർ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് ഈർക്കിളിൽ മുഴുവനായി ഒന്ന് ചുറ്റി കവർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ പേപ്പറൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈർക്കിളിന് ഒരു ചെറിയൊരു ബലമൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ തണ്ടിന് നല്ലൊരു ബലം, ഫ്ലവറിൻ്റെ തണ്ടിന് ഒരു ബലമൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് മുഴുവനായിട്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ഗ്രീൻ ടേപ്പൊക്കെ ചുറ്റി കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അടിവശത്തൊക്കെ ഒന്ന് ചുറ്റി കൊടുത്ത് നല്ലപോലെ ലൈറ്ററൊക്കെ വെച്ചൊന്ന് ഉരുക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ലൈറ്ററൊക്കെ വെച്ച് ഉരുക്കിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടി കിട്ടും. പിന്നെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെ ഈർക്കിൾ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു അടിപൊളി ഫ്ലവർ തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ റെഡ് കളർ നെറ്റ് വെച്ചിട്ട് ഒരു ഫ്ലവർ തയ്യാറാക്കി എടുത്തതാണിത്. അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് കളർ നെറ്റ് വെച്ചിട്ടും ഒരു ഫ്ലവർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 കളർ വെച്ചിട്ട് ഓരോ ഫ്ലവർ വീതം ഞാനിങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി നെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഫ്ലവറൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്